ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുത്ത പഴം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം കുറച്ച് പാകമായ പഴമാണ് കേട്ടോ ഇതിനായി നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഞാനതിൻ്റെ ഞെട്ടും അതിൻ്റെ എൻഡുമൊക്കെ നന്നായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിൽ ഉന്നക്കായൻ്റെ ഉള്ളിൽ വരുന്ന ഫില്ലിങ് കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ടയും പഞ്ചസാരയും ഏലക്കായുമാണ്. ഇത് നന്നായി ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ ഒരു വിസിലാണ് കേട്ടോ വരുത്തിയത്. കുക്കറിൽ ഒരു വിസിൽ വരുത്തിയ പാടെ തന്നെ നമ്മൾ ഓഫാക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ പാനിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായ മുട്ട കലക്കിയത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം സിമ്മിലാക്കി ഇട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഏകദേശം ഇതേ പരുവായി എടുക്കും. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കുന്തോറും ഇതുപോലെ ഇങ്ങനെ കുറുകി വരും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് സിമ്മാക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ആ അണ്ടിയും മുന്തിരിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു വിസിൽ വന്നപ്പോൾ ഈ പരുവായിട്ടുണ്ട് നമ്മുടെ പഴം. പെട്ടെന്ന് ഓഫാക്കണം ഒരു വിസിൽ വന്ന പടെ, അല്ലെങ്കിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഈ പഴം ഓരോന്ന് അതുപോലെ തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു കുത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്, ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നന്നായി ഒന്ന് പതുങ്ങി കിട്ടും. ഇനി അതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഏകദേശം ഇതേ പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇനി ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയുള്ള ഓരോ ഉരുളകളാക്കാം. ഏകദേശം ഒരു ചെറിയ ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി ആ ഉരുളകൾ നമുക്ക് കൈവെള്ളയിൽ വെച്ച് പരത്തിയതിന് ശേഷം നമ്മുടെ ആ ഫില്ലിങ് അതിലേക്ക് വെച്ചത് ഏകദേശം അത് കണ്ടോ ഉന്നക്കായുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ടച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയും. ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ പഴമൊക്കെ വെച്ച് നമുക്ക് ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 അടുത്തുണ്ട് കേട്ടോ അത്. ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല തീ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റിയ ഒരു കടിയാണ് നമുക്ക് ഉന്നക്കായ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, അതിൻ്റെ ഫില്ലിങ്ങൊക്കെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.